കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനിയിപ്പൊ എന്റെ മോന്റെ കൂടെ കൂടിയിട്ടേ ഇവൾ അവനെ മുടിപ്പിക്കരുത്. ഇതുപോലെ പരിമിതമായ സൗകര്യങ്ങളിലൊക്കെ തന്നെ അവിടെയും ജീവിക്കണം. അതൊക്കെ മോൾക്കറിയാം. ആ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അറിയാവുന്നൊക്കെ പറയും. കഴിഞ്ഞാലാ കുഴപ്പം. പിന്നെ അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ പോരാന്ന് തോന്നും. അങ്ങനെ വരുമ്പോഴാ ഞാൻ തേച്ചൊട്ടിക്കുന്നത്. ചേടാ, അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ദോശയ്ക്കൊന്നൊരു മയോ ഇല്ലല്ലോ. കല്ല് പോലെ കട്ടിയാ. നമ്മൾ അരച്ചുണ്ടാക്കുന്നതല്ലോ, കടയിൽ നിന്ന് വാങ്ങുന്ന മാവല്ലേ. മിക്സിയില് പോലും മാവരയ്ക്കാൻ വയ്യാന്നർത്ഥം. സാമ്പാർ തരക്കേടില്ല. ഇനിയിപ്പൊ അങ്ങനെ കരുതിയല്ലേ പറ്റൂ. എന്തായാലും കൊണ്ടുവച്ച സ്ഥിതിക്ക് 1-2 എണ്ണം കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി നമുക്ക് വിശപ്പ് മാറ്റാം. ഞാൻ പറഞ്ഞല്ലേ, കടയിൽ നിന്ന് ഭക്ഷണം ഒന്നും കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാന്ന്. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ കഴിച്ചല്ലേ പറ്റൂ. ആ അതെ, പാചകമൊക്കെ നന്നായിട്ട് പഠിച്ചോളണം. ഷോറൂമിൽ പോകുന്നു കരുതി രാവിലെയും വൈകുന്നേരം ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മുന്നിൽ കൊണ്ട് വെച്ച് തരുമെന്നൊന്നും കരുതരുത്. അവിടെ സ്വന്തമായിട്ട് പാചകം ചെയ്യുവാണല്ലോ മാഡം, അതുകൊണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഈ അറിവ് പോരാന്നാ പറഞ്ഞത്. ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ച് തന്നാലേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എല്ലാം കൂടെ മുഖത്ത് തന്നെ കാണും. അമ്മ വെറുതെ ആരുടെ പേടിപ്പിക്കാതെ കഴിക്കാൻ നോക്ക്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലേ അത് ഉള്ളി വെച്ചിട്ട് പുറമെ സുഖിപ്പിക്കുന്ന വർത്താനം ഒന്നും പറയാൻ എനിക്കറിയത്തില്ല. മനസ്സിലുള്ളത് വെട്ടി തുറന്നങ്ങ് പറയും. അതേ പഠിച്ചിട്ടുള്ളൂ. അതിനിപ്പ ഏത് ദൈവം തമ്പുരാന് എന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല. മനുഷ്യരായ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അയ്യോ, കുറച്ചുകൂടെ ഒഴിച്ചോ, എന്നാലല്ലേ ഇതൊക്കെ ഒന്ന് കുതിർന്ന് കഴിക്കാൻ പറ്റൂ. പക്ഷെ എന്റെ അമ്മോ, അല്ല ഇവിടെ കുടിക്കാൻ വെള്ളമൊന്നുമില്ലല്ലോ. ഇപ്പൊ കൊണ്ടുവരാം. ഇതൊക്കെ ആഹാരം കഴിക്കുന്നതിന് മുന്നേ കൊണ്ട് വെക്കണ്ടല്ലേ. ചൂടുവെള്ളം മതിയോ? ഇനി ചൂടാക്കേണ്ടി വരുമെങ്കിൽ അതൊന്നും വേണ്ട. ഫ്രിഡ്ജിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് വന്നാൽ മതി. മിനറൽ വാട്ടർ കാണോ ഹരിതേ? ഓ പിന്നെ, മിനറൽ വാട്ടർ തരാൻ ഇതെന്താ ഹോട്ടലാണോ? തരേണ്ടത് തന്നെ തന്നിട്ടില്ല. പിന്നെ ആ മിനറൽ വാട്ടർ ഉള്ള എടുത്തോണ്ട് വാ വച്ചേ. ഇപ്പൊ അവളുടെ സ്വഭാവത്തില് പാകതയും പക്വതയൊക്കെ ഉണ്ട്. കല്യാണം കഴിയുമ്പോഴും അതൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ നീ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സുകന്യ. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ആ മോളെ. അച്ഛാ പിന്നെ പറ മോളെ. ഹലോ ഹലോ. അയ്യോ, ചാർജ് തീർന്ന് ഫോൺ ഓഫ് ആയല്ലോ. എടീ, വെള്ളം എടുക്കാൻ പോയിട്ട് എവിടെടി വെള്ളം? അവക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ. നല്ല പതർച്ചയുണ്ട് രണ്ടുപേർക്കും. ഇതുവരെ പേടിയൊന്നും മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഹരിതേ, അമ്മയുടെ സ്വഭാവം ഇതാ. അമ്മ എന്തും തുറന്നങ്ങ് പറയും. നിങ്ങളത് കേട്ട് പേടിക്കണ്ട കേട്ടോ.
ഈ പറയുന്ന ആള് പിന്നെ വളരെ സാധുവാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഉഹും. ഞാനും സാധുവൊന്നും അല്ല. അമ്മയുടെ കുറച്ചൊക്കെ ഗുണങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ആ, ഈ പതർച്ചയും ഭയവും ഒക്കെ കല്യാണം കഴിഞ്ഞും വേണം, എങ്കിലേ ജയനുമായിട്ട് ഒത്തുപോകാൻ പറ്റൂ. ഉം. എന്നേരടി അവനെ സ്വാധീനിച്ച് കാര്യങ്ങൾ നേടാവുന്നൊന്നും കരുതണ്ട. എന്റെ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും എന്റെ മക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഞാനാ. അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ വെള്ളത്തിനകത്ത് ക്ലോറിനൊക്കെ കലർത്തിയിട്ടുണ്ടോ? എന്തൊക്കെയോ ഒരു ചൊവയുണ്ടല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല. ആ, എന്തായാലും ഒരു രുചി വ്യത്യാസമുണ്ട് അല്ലേ മോളെ? എന്തായി മോളെ, അച്ഛനെ കിട്ടിയോ? ഇല്ല, മൊബൈൽ ഓഫായി പോയി. ശ്ശോ, എന്റെ ദൈവമേ. അച്ഛൻ ഇപ്പൊ എത്തുമെന്ന് തോന്നുന്നു. ബൈക്ക് വരേണ്ടതായിരുന്നു. അവിടെ എന്തോ കുഴപ്പം പിടിച്ച പ്രശ്നമുണ്ടല്ലോ. എന്തായാലും വേഗം ചെല്ലാം. ആ, അപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോ എന്റെ വീട്ടിലോട്ട് നിങ്ങളൊക്കെ വരണ്ടേ? ഞങ്ങള് വന്നോളാം. ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ എന്റെ കുടുംബ വീട്ടിലും ഇപ്പൊ ജയൻ താമസിക്കുന്ന വീട്ടിലും ഒക്കെ കേറാലോ. പിന്നെ ഇവള് താമസിക്കുന്ന വീട്ടിലും കേറാം. അതും എന്റെ ജയൻ എടുത്തു കൊടുത്തതാ. അതൊന്നും ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞാ മിക്കവാറും ജയനും ഇവളും ഒക്കെ ഷോറൂമിനടുത്തുള്ള ഇപ്പൊ എടുത്ത വീട്ടിലായിരിക്കും താമസം. ഇവര് രണ്ടാളും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും. മോളുടെ കല്യാണം കഴിയുന്നവരെ മോളും ഞങ്ങൾക്കൊപ്പം കാണും. ആയിക്കോട്ടെ. ആയിക്കോട്ടെ എന്നോ? ആണ്, മനസ്സിലായില്ലേ? എന്റെ മോള് ചാരുവിനെ കെട്ടിക്കാൻ പോകുന്ന കാര്യം നീ അമ്മയോട് പറഞ്ഞായിരുന്നോടി? പറഞ്ഞായിരുന്നു. ഒരു കോടീശ്വരന്റെ മോനാ. ഒരുപാട് ബാറുകളൊക്കെ ഉണ്ട്. ഇവിടെ കോട്ടയത്തും കാണും ബാറുകളൊക്കെ. കേരളം ഒട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ 2 കല്യാണവും കൂടി ഒന്നിച്ച് നടത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചേക്കുവാണോ? ആ, അതെ. ഈ വിഷുവിന് തന്നെ കല്യാണം നടത്തണോന്നാ വിചാരിക്കുന്നത്. അല്ല, ഈ വിഷുവിനോ? എന്താ, വിഷുന്ന് കേട്ടിട്ടില്ലേ? അല്ല, അത്ര പെട്ടെന്ന് കല്യാണം നടത്താനുള്ള അവസ്ഥയല്ല ഞങ്ങൾക്ക്. അതെ. ഒന്നും തന്നെ ചോദിച്ചില്ലല്ലോ. നിന്നെ മാത്രമല്ലേ ചോദിച്ചുള്ളൂ. പിന്നെ ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസം. ഈ വീടും പറമ്പും ഒക്കെ വിറ്റാ കുറച്ച് പൈസ കിട്ടുമല്ലോ. അതൊക്കെ എടുത്തങ്ങ് പൊന്നു വാങ്ങണം. പിന്നെ കല്യാണ ചെലവിനും എടുക്കണം. ബാക്കിയുള്ളത് ഇവളുടെ പേരിൽ ബാങ്കിൽ ഇട്ട് കൊടുക്കണം. പിന്നെ നിനക്ക് ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കാമല്ലോ. അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ അവരുടെ കൂടെ താമസിക്കാമല്ലോ. ആ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? ഈ വീട് വിറ്റ് വാടകയ്ക്ക് പോണെന്നൊക്കെ പറയുന്നത് ശരിയാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാന്യമായിട്ടുള്ള ആൾക്കാര് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോഴേ അങ്ങനെയൊക്കെയാ ചെയ്യുന്നേ. എന്തായാലും എന്റെ മോളുടെ കല്യാണം നടത്തുമ്പോ മോളൊരു 100-150 പവനിട്ടുകൊണ്ടായിരിക്കും കാർത്തിക്കൊപ്പം പോകുന്നത്. ആ സമയത്ത് ഇവള് നമ്മൾ ഇട്ട് കൊടുക്കുന്ന താലിമാല മാത്രം കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കൂ. അതൊക്കെ മോശമല്ലേ? ഞങ്ങള് വേണ്ടത് ചെയ്തോളാം. ചെയ്താ കൊള്ളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഭദ്രകാളി. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ സൗകര്യപ്പെടുമ്പോ അങ്ങോട്ട് പോരെ. ശരി. ഇപ്പൊ തന്നെ പോണോ? പുറത്തിറങ്ങിയപ്പോഴാണോ അത് ചോദിക്കുന്നത്? പിന്നെ ഇവിടെ താമസിക്കണോ? അല്ല, ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട്. അയ്യോ വേണ്ട, ദോശ കഴിച്ചപ്പോ തന്നെ തൃപ്തിയായി. വാ മോളെ.
അച്ഛൻ ഇവര് കാണൂ. അറിയില്ല. കണ്ട എന്റെ കട്ടയും പടവും മടങ്ങി. അയ്യോ, അച്ഛനെ കാണാതിരുന്നാ മതിയായിരുന്നു. അവരച്ഛനെ കണ്ടു വെച്ചാ? കണ്ടില്ലെന്നാ തോന്നുന്നേ. എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കേറി വന്നേ? നിങ്ങളെ രണ്ടാളെയും വിളിച്ചിട്ട് കിട്ടിയില്ലെന്നേ. പിന്നെ മോള് വിളിച്ചപ്പോ മൊബൈൽ ചാർജ് തീർന്ന് ഓഫ് ആവുകയും ചെയ്തു. എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതിയാ ധൃതി ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലയോ പുലിക്കൂട്ടങ്ങളിലൂടെ നിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾ ഉയരും പോയി നിൽക്കായിരുന്നു. അവളുമാരെ കണ്ടപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അച്ഛനെ കണ്ടില്ലെന്ന് തോന്നുന്നു. ആ, അല്ല, എന്തിനാ അവളുമാര് വന്നത്? പെണ്ണിന്റെ വീട് കാണാൻ വന്നതാ. എന്തെങ്കിലും അവളുമാർക്ക് കൊടുത്തായിരുന്നോ? ദോശ കൊടുത്തായിരുന്നു. കുറച്ച് വിഷം കൂടെ അതിനകത്ത് കലർത്തിയും കൊടുക്കാൻ വയ്യായിരുന്നു. ആരെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ശവം. നിൽക്കുമായിരുന്നോ? അല്ല, അവള് വിളിച്ചതൊന്നുമില്ലല്ലോ. വിളിച്ചായിരുന്നു. ഞാൻ അങ്ങോട്ടല്ല, അവൾ ഇങ്ങോട്ട്. എന്നിട്ട് എടുത്തോ? എടുത്തു. നിന്നോട് എടുക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. ഹരിത വിളിച്ച പിന്നെ എടുക്കണ്ടേ? രണ്ടാളോടെ പോയെന്നും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടങ്ങിയെന്നും എന്നോട് പറഞ്ഞു. പിന്നെ രാവിലെ പോയപ്പോ അവിടേക്കാ പോകുന്ന എന്നോട് പറയാതിരുന്ന എന്താ? നിന്റെ സ്വഭാവം അറിയാവുന്നതുണ്ട്. നിനക്ക് അവളെ ഇഷ്ടമായതുകൊണ്ട് നീ നേരത്തെ വിളിച്ചു പറയും, അമ്മയെ അനിയത്തി അങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒന്ന് ഒരുങ്ങി നിൽക്കാൻ. അത് പാടില്ലല്ലോ. ഞങ്ങൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കയറി ചെന്നു. അതുകൊണ്ട് അവിടുത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റി. അത്ര മെച്ചമുള്ള വീട്ടുകാരൊന്നും അല്ല. അത് പിന്നെ അമ്മയും മോള് മാത്രമല്ലേ ഉള്ളൂ. അച്ഛൻ ഹരിതയുടെ കുട്ടിക്കാലത്തെ മരിച്ചുപോയതാ. പിന്നെ മാമമാരുടെ സഹായത്തിലാ ഹരിത വളർന്നത്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഇന്റർവ്യൂവിന് വരുമ്പോ തന്നെ അയാളുടെ എല്ലാ മേൽവിലാസവും ഞാൻ മനസ്സിലാക്കിയിരിക്കും. എന്തായാലും മോളെ പോലെ തന്നെ അമ്മയും. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കയറി ഭരിക്കാനൊന്നും വരത്തില്ലെന്നാ തോന്നുന്നത്. അമ്മയ്ക്ക് വീടും പരിസരവും ഒന്നും ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് ഹരിത വിളിച്ചപ്പോ പറഞ്ഞു. ഇപ്പൊ ടെൻഷനായിട്ടിരിക്കുക. അമ്മയെ നീ ഇവിടെ എത്തിയതിനു ശേഷം വിവരങ്ങൾ അറിയാം. വിളിച്ചു പറഞ്ഞേക്ക് ഈ കല്യാണം ഫിക്സ് ആയെന്ന്. എടാ, നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. അല്ല, അതിപ്പോ ജാതകം ചേർന്നില്ലെങ്കിലും ഹരിത എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ ബന്ധത്തിൽ തന്നെ ഉറച്ചേക്കുക. എന്നുവെച്ചാ അറിയാത്തതും കേൾക്കാത്തതുമായ വീട്ടിൽ പോയി ഇനി പെണ്ണ് കാണരുതാ ഞാൻ പറയുന്നത്. അല്ലെങ്കിലും എനിക്ക് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും തെണ്ടിത്തിരിയാനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ കല്യാണം എങ്ങനെ വിളിച്ചു തീർക്കുമെന്ന് ആലോചിക്കുവാ ഞാൻ. എന്റെ കല്യാണം വിളിക്കുമ്പോ തന്നെ ഏട്ടന്റെ കല്യാണം വിളിക്കാൻ. ഇനി അത് രണ്ടായിട്ട് മാറ്റി വെക്കണ്ട. നിന്റെയും ചാരുവിന്റെയും കല്യാണം ഒരേ മണ്ഡപത്തിൽ വെച്ച് ഒരുമിച്ച് നടത്താമെന്ന്. ഏപ്രിലോ? അതെ, വിഷുവിന് തന്നെ. അതൊന്നും വേണ്ട അമ്മേ. ഒരു കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കുറച്ചു കാലം മാനസികമായിട്ട് അടുക്കട്ടെ ഞങ്ങള്. എടാ, ഇത് ഫെബ്രുവരി ആവുന്നതല്ലേ ഉള്ളൂ. ഈ മാസവും അടുത്ത മാസവും ഉണ്ട് അവളെ മനസ്സിലാക്കാൻ. മേഡം 10-നാ കല്യാണം, 10-ാം ഉദയത്തിന്റെ അന്ന്. അപ്പോ ഏപ്രിൽ ഒരു 10-20 ദിവസം കൂടെ കിട്ടും. അത്രയും പോരെ ഒരു പെണ്ണിനെ അടുത്തറിയാൻ? എന്നാലും അത് വേഗത്തിലേക്ക് വരത്തില്ല അമ്മേ. ആ, ഏട്ടന് ഹരിത ഇഷ്ടമാണെങ്കിൽ അമ്മ പറയുന്നത് സമ്മതിക്കണം. അല്ലെങ്കിൽ ഇത് ഏട്ടന്റെ നാടകമാണെന്ന് പറയേണ്ടി വരും. ഇത് വലിയ കഷ്ടമായല്ലോ. ഉള്ളത് പറയാലോ, എനിക്ക് അവനെ ഇഷ്ടമല്ല, ആ കാർത്തിയെ. അന്നത്തെ ദിവസം അവനൊപ്പം കതിർമണ്ഡപത്തിലിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അത് ശരി, പെങ്ങളുടെ കല്യാണത്തിന് നീ കതിർ മണ്ഡപത്തിൽ കാണത്തില്ലേ? അതുപോലെ അല്ലല്ലോ ഇവരുടെ കല്യാണം നടക്കുമ്പോ അവനൊപ്പം ഇരുന്ന് ഹരിതയ്ക്ക് ഞാൻ താലി കെട്ടുന്നത്.
അമ്മയെ അനുസരിക്കുന്ന മോനാണെങ്കിൽ നീയും ഒന്ന് താലി കെട്ടും. എല്ലാം അമ്മ പറയുന്ന പോലെ കേൾക്കുവാ ഞാൻ. അപ്പൊ എന്റെ ചെറിയൊരു ആഗ്രഹമെങ്കിലും നടത്തി തന്നൂടെ അമ്മേ? പിന്നെ നീ എന്ന് കല്യാണം നടത്തണമെന്നാ പറയുന്നേ? നമുക്ക് ചിങ്ങത്തി നടത്താമേ, ഓണത്തിന്. എനിക്കൊന്ന് ആലോചിക്കണം. എന്നുവെച്ച് നിന്റെ ആഗ്രഹം പൂർണ്ണമായിട്ട് നടക്കുമെന്നൊന്നും ഉറപ്പിക്കണ്ട. 90% എന്റെ മോളൊരു ഭാര്യ ആവുമ്പോ നീ ഒരു ഭർത്താവ് ആവണമെന്നാ എന്റെ ആഗ്രഹം. നീയാണ് എല്ലാത്തിനും കാരണം. ഇടുപിടിന്ന് അമ്മയെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്ന നീയാ. ഏട്ടന്റെ മനസ്സ് മാറാൻ നിമിഷ നേരം മതി. അവളിപ്പോ അകന്ന് നടക്കുവാണെങ്കിലും ഏട്ടൻ രണ്ടാമതും കല്യാണം കഴിക്കാൻ പോവാണെന്ന് അറിഞ്ഞാ ഏട്ടന്റെ മുന്നിൽ വന്നു നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞാലേ ഏട്ടൻ അവളെ സ്വീകരിക്കും. അങ്ങനെ ഒരു മനസ്സാ ഏട്ടന്റേത്. അതുകൊണ്ടാ 2 കല്യാണം ഒന്നിച്ച് നടക്കട്ടെ എന്ന് ഞാൻ കരുതിയത്. ഇപ്പോഴും എന്റെ അഭിപ്രായം അത് തന്നെയാ. പിന്നെ അമ്മ എന്താന്ന് വെച്ചാ തീരുമാനിക്കട്ടെ. ഞാൻ ഏതായാലും എന്റെ തീരുമാനം മാറ്റാനൊന്നും പോകുന്നില്ല. മോള് വെറുതെ കഴിയെ പറ്റിക്കണ്ട, ഞാൻ കഴുകാം. ഞാൻ ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. നാളെ ഞാനങ്ങ് പോവും. പിന്നെ എന്തിനാ ഈ ഇറച്ചി മീനും കൂടിയൊക്കെ മേടിച്ച്? ഞാൻ പറഞ്ഞല്ലോ മോളെ, എത്രയോ നാള് കൂടിയാ അച്ഛനിങ്ങനെ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത്. എന്ന് മാത്രല്ല, കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമുക്കൊപ്പം താമസിക്കാൻ വന്നതാ മോളുടെ അച്ഛൻ. ആ സമയത്ത് മോൾ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ രാത്രിയാ നമ്മൾ 3 ആളും ഒന്നിച്ചു കഴിഞ്ഞത്. ഇന്നത്തെ രാത്രി കൂടിയേ മോള് കാണൂ. പിന്നെ മോൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി തരണ്ടേ? അപ്പൊ അമ്മയാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത്? അയ്യോ അല്ല, ഞാൻ മീൻ മതിയെന്നാ പറഞ്ഞത്. ഒന്നാമത് ഇപ്പൊ ഇറച്ചിക്കകത്തൊക്കെ വിഷാംശ, അതുകൊണ്ട് ഇറച്ചി ഇപ്പൊ വാങ്ങാറേ ഇല്ല. ഇത് പിന്നെ വിശ്വാസമുള്ള ഏതോ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാ. ജയലാലേട്ടനാ? ആ സർ, വിഷുവിന് കല്യാണം നടത്തണമെന്നൊക്കെയാ പറയുന്നത്. ആ അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഇവിടെ വന്നപ്പോഴും പറഞ്ഞു ചാരുവിന്റെ കല്യാണം നടത്തുമ്പോ തന്നെ നമ്മുടെ കല്യാണം നടത്തണമെന്ന്. അതിനു മുമ്പെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് റിക്വസ്റ്റ് ചെയ്യും, കുറച്ചുകൂടി കല്യാണം നീട്ടി വെക്കാൻ നോക്ക്. അതിനി എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. കല്യാണക്കുറിയൊക്കെ അടിച്ച് വിളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഇപ്പൊ ചാരുവിന്റെ കല്യാണം പറയാൻ പല സ്ഥലത്തും പോകുന്നുണ്ട്. വിഷുവിനാണ് കല്യാണമെങ്കിൽ നമ്മുടെ കാര്യവും പറയും. വല്ലാത്തൊരു തലവേദനയായിപ്പോയി. സാർ എങ്ങനെയെങ്കിലും കല്യാണം ഒന്ന് നീട്ടി വെക്കാൻ പറയും. ശരി. ആ പിന്നെ ഇടയ്ക്കെന്നെ വിളിയൊക്കെ ഉണ്ടാവും, ഹരിതങ്ങ് വരുന്നത് വരെ. ദീപയെ വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാ ഹരിതയാണെന്ന് എനിക്ക് പറയാലോ. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ മണ്ടത്തരൊന്നും കാണിക്കില്ല. ശരി ഹരിതേ, എല്ലാത്തിനും നന്ദിയുണ്ട്. ഡേ, ഇത് മാത്രം വേണ്ട. ആങ്ങളെ പോലെ കരുതുന്ന സാറിന് പെങ്ങൾ ചെയ്യുന്ന സഹായമായേ ഇതിനെ കണ്ടാ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ സർ. ശരി. എന്താ മോളെ? ഇവിടെ വന്നപ്പോ അവര് പറഞ്ഞില്ലേ വിഷുവിന് തന്നെ കല്യാണം നടത്തണമെന്ന്. അവിടെ ചെന്നു അത് തന്നെ പറഞ്ഞു. അതിന്റെ ടെൻഷനിൽ ലാലേട്ടൻ വിളിച്ചതാ. ഇനി ഇതൊന്നും മോൾ അച്ഛനോട് പറയാൻ പോണ്ട. പറഞ്ഞ രാഗിണി ചേച്ചിയെ വിളിച്ച് അച്ഛൻ വായി വരുന്നതൊക്കെ പറയും. ഇപ്പൊ ഭാര്യയെ പേടിയില്ലല്ലോ. ഓറം തള്ളിയ ഭർത്താവ് എന്തിനാ ഭാര്യയെ പേടിക്കുന്ന? ഏതായാലും അച്ഛനോട് പറയാതിരിക്കാനൊന്നും പറ്റില്ല. ഓ, ജയലാലേട്ടൻ പറഞ്ഞതുപോലെ വല്ലാത്തൊരു തലവേദന ആയിപ്പോയി. താനെന്താ ആലോചിച്ചിരിക്കുന്നെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഷോറൂമിൽ വന്ന പെൺകുട്ടിയെ ജേട്ടൻ കെട്ടാൻ പോകുന്നത് കൊണ്ട് ഇനിയിപ്പോ പിന്നാലെ ചുറ്റിത്തിരിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് ചുറ്റിത്തിരിഞ്ഞാലോ? കാർത്തി വിളിച്ചാ മതി, എവിടെ വേണമെങ്കിലും ഞാൻ വരാം. നമ്മുടെ കല്യാണമൊക്കെ ഫിക്സ് ആയില്ലേ? കല്യാണം ഫിക്സ് ആയെങ്കിലും എന്റെ വീട്ടിലോട്ട് നീയോ നിന്റെ അമ്മയോ ഇതുവരെ വന്നിട്ടില്ല. വിഷമിക്കണ്ട, അമ്മ ഉടനെ വരുന്നുണ്ട്. പിന്നെ അമ്മ വരുമ്പോ പ്രത്യേകം നിന്റെ അച്ഛനോട് പറഞ്ഞേക്കണം,
കുറച്ച് മാന്യമായിട്ട് പെരുമാറണം. ആ അതെന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. എന്റെ അച്ഛനോട് നിന്റെ അമ്മ കുറച്ച് മാന്യമായിട്ട് വേണം പെരുമാറാൻ. എന്റെ അമ്മയുടെ സ്വഭാവം കാർത്തിക്ക് അറിയാലോ. അതുകൊണ്ട് അമ്മയോട് ഇടഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിട്ടുതരില്ലേ. മരുമക്കളെ ആരെയും അംഗീകരിച്ചു കൊടുക്കുന്ന പ്രകൃതക്കാരിയൊന്നും അല്ല അമ്മ. ഓഹ്, അവിടെയാണ് ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ? നീ എന്റെ പിന്നാലെ നടന്ന് ഒരുപാട് പ്രഷർ ചെയ്തതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ. എന്നിട്ട് ഞാൻ പറയുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒന്നിച്ചില്ലെന്ന് വരും. ദേ, നീ അങ്ങനെ ഒരിക്കലും പറയരുത്. എത്ര എത്ര പെൺകുട്ടികളുടെ ആലോചന എനിക്ക് വന്നത്, എത്ര പെൺകുട്ടികൾ എന്റെ പിന്നാലെ നടന്നത്. പക്ഷെ എന്തുകൊണ്ടോ നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ, അങ്ങനെ ഇഷ്ടപ്പെട്ടത് ഞാൻ ചേട്ടന്റെ പെങ്ങളായതുകൊണ്ടല്ലേ? വില്ലേജ് ഓഫീസറോടും മക്കളോടും പ്രതികാരം തീർക്കാനല്ലേ നീ എന്റെ പിന്നാലെ നടന്നത്? അങ്ങനെ പറയരുത്. നീ ജയലാലിന്റെ പെങ്ങളാണെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടതാ. ആദ്യ കൂടിക്കാഴ്ചയിൽ നീ എന്റെ കരണത്തെ തല്ലാൻ വന്നപ്പോ തന്നെ നിന്റെ തന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാ ഞാൻ വീണുപോയത്.